ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ദൈവജനത്തോട് ചേർന്ന് ഒരു ചെറിയ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 7 വേഴ്സ് 25. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളയും കല്ലെറിയുകയും ചെയ്തു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം നാം യോശുവയുടെ പുസ്തകത്തെ അധികരിച്ച് ചില ചിന്തകൾ നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. നാം വായിച്ചു കേട്ടത്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? പ്രഥമ ദൃഷ്ടിയിൽ നമ്മുടെ കർണപുടങ്ങൾക്ക് അത്ര സുഖകരമായ ഒരു ശബ്ദമല്ല നാം ശ്രവിച്ചത്. നീ ഞങ്ങളെ വലച്ചത് എന്ത്? ജീവിതത്തിൽ ചില വലച്ചുകൾ സംഭവിക്കാത്ത ആളുകളില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുന്നതാണ്. ഒരു വസ്ത്രം അത് കീറിപ്പോയാൽ നമുക്ക് ഏതെങ്കിലും നിലയിൽ തുന്നിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു വസ്ത്രം വലഞ്ഞു പോയാൽ അതിനെ നെയ്തെടുക്കാൻ ഒരു നിലയിലും സാധിക്കുകയില്ല. അങ്ങനെ വലഞ്ഞു പോയ അനേക വ്യക്തിപ്രഭവങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം ആണ് അത് ലോത്തിനെ കുറിച്ച് വായിക്കുന്നത്. നീതിമാനായ വലഞ്ഞു പോയ ലോത്ത് എന്നാണ് ലോത്തിനെ കുറിച്ചുള്ളതായ പ്രസ്താവ്യം പ്രവാചകൻ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്നാണ്. നീതിമാനാണെങ്കിലും അവൻ വലഞ്ഞു പോയി എന്നുള്ളതാണ്. ഇവിടെ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ വലിയ വിജയ പ്രകടനം നടത്തി ദൈവത്തിൻ്റെ വൻ അനുഗ്രഹങ്ങളും നന്മകളും കണ്ട് മനസ്സിലാക്കി യെരിഹോവിനെ ഇളക്കി മറിച്ച് അതിന് മുഴുവനും ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട് വിജയാഹ്ലാദത്തിൽ എൻ്റെ ആ നിലയിൽ ജീവിക്കുന്നതായ ആ ജനം 7-ാം അധ്യായത്തിൽ അത് വളരെ നിസ്സാരമായ നിലയിൽ പരാജയപ്പെടുന്നത് കാണാണ്ട് കഴിയും. ഇവിടെ ആ നിലയിൽ ഈ ജനത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവർ വളരെ കാഹളത്തോടും ആർപ്പോടും എന്ത് ചെയ്യാണ് മുന്നേറിയ ജനമാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ജീവച്ഛവങ്ങളായിട്ട് മാറുന്നത് 7-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ശക്തിയോടെ ദൈവത്തിൻ്റെ വലിയ അപാരമായ കഴിവോടുകൂടി മുമ്പോട്ട് നീങ്ങിയ ജനം, കാട്ടുപോത്തിൻ്റെ ബലത്തോട് മുന്നോട്ട് കുതിച്ചതായ ജനം ഇവിടെ ഒരു പറക്കാൻ കഴിയാത്ത പക്ഷിയെ പോലെ, ചിറകറ്റവരെ പോലെ ഇവിടെ കഴിയുകയാണ്. എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഒരുവൻ്റെ പാപമാണ് ഈ നിലയിൽ ഒരു വലിയ ജനം പരാജയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത് എന്നുള്ള കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്ത പാപത്തിന് സമൂഹത്തെ ദൈവം ശിക്ഷിച്ചത്? വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുന്ന ഓരോ വേദപഠിതാവിനും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മോശയ്ക്കെതിരായിട്ട് തൻ്റെ പെങ്ങൾ മിരിയാം എന്ത് ചെയ്തു? വിരോധമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തന്നോടൊപ്പം തന്നെ തൻ്റെ മൂത്ത സഹോദരനായ അഹരോനും കൂടുവാനിടയായി. നമ്മൾ വായിക്കുന്നത് അവൾ വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്നു. അതുകൊണ്ട് ജനം
7 ദിവസം യാത്ര ചെയ്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്ത പാപത്തിന് ദൈവം സമൂഹത്തെ ശിക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം. ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലെ മിര്യാമിൻ്റെ ആ സംഭവം. അവൾ വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്ന വായിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവൾ പറഞ്ഞു, മോശയ്ക്ക് ഈ കറുത്തവളെ കിട്ടിയോളോ, ഈ കുശസ്ത്രീയെ കിട്ടിയോളോ എന്ന് പറഞ്ഞ് അവളെന്ത് ചെയ്തു? അവനെ പുച്ഛിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം സൃഷ്ടിച്ചതായ ജാതിയാണല്ലോ മനുഷ്യവർഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ കളർ കൂടി കാണും, ചിലപ്പോൾ കളർ കുറഞ്ഞു കാണും. എങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം വിവാഹത്തിനായിട്ട് ക്രമീകരണം ചെയ്യുന്നത് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. മോശയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നി. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. അത് പ്രിയ സഹോദരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവനെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, അങ്ങനെ നീ ഒരു കൂശ്യ സ്ത്രീയെ, ഒരു കറുത്ത സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ മിര്യാം നോക്കുക, കുറച്ച് കഴിഞ്ഞപ്പോൾ വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്നു. അപ്പം വെളുത്തെന്ന് പറഞ്ഞോ കറുത്തെന്ന് പറഞ്ഞോ പ്രശ്നം ഉണ്ടാക്കി കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അന്നെന്ന പോലെ ഇന്നുമുണ്ട്, ഇന്നും വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണ്. ഞാനതിലേക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്ത പാപത്തിന് സമൂഹത്തെ ദൈവം ശിക്ഷിച്ചത്? 7 ദിവസം വലിയ പുരുഷാരം, ലക്ഷക്കണക്കിന് പുരുഷാരം യാത്ര ചെയ്യാതെ നിന്നതായിട്ട് നമ്മൾ കാണാണ്ട് കഴിയും. നോക്കുക, ദൈവത്തിൻ്റെ ജനമായ ഞാനും നിങ്ങളും ഒരുപോലെ വിശുദ്ധി പ്രാപിച്ച് നിൽക്കേണ്ടവരായ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിശുദ്ധി എല്ലാം എന്ത് ചെയ്തു? കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് അവനവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ്. പാപത്തെ സ്നേഹിച്ചും താലോലിച്ചും ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ശത്രുവിനെതിരായിട്ട് നീങ്ങുന്ന ഒരു പടുകൂറ്റൻ എന്ത് ചെയ്യാണ്? യുദ്ധ കപ്പലിനെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തുവാൻ ഒരു ചെറു സുഷിരം മതി പരാജയപ്പെടാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു കപ്പലിൽ, ഒരു പടക്കപ്പലിൽ ആകട്ടെ, ഒരു വ്യാപാരത്തിനുള്ള ഒരു കപ്പലിലാകട്ടെ, ഏത് കപ്പലിലും ആയിക്കോട്ടെ, ഒരു ചെറിയ സുഷിരം ഉണ്ടാകുവാൻ ഇടയാകരുതെന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് എസെക്കേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 27-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് ദൈവം ഗബേല്യരിലെ മൂപ്പന്മാരെ അനുഗ്രഹിച്ചെന്ന് വായിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് ദ ഗബലൈറ്റ്സ്. ദൈവം ഗബേല്യരെ എന്തിന് അനുഗ്രഹിച്ചു? ദൈവം അവിടുത്തെ മൂപ്പന്മാരെ എന്തിന് അനുഗ്രഹിച്ചു? അവർ വളരെ നല്ല സ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. കാര്യങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ച് അതുപോലെ തന്നെ ആ കപ്പലിൻ്റെ പണിയെല്ലാം നടത്തി എന്ത് ചെയ്യുന്നു? അതിനൊരു ചെറിയ സുഷിരം പോലും ഉണ്ടാകാതെ എന്ത് ചെയ്തു? അതിനെ അടിച്ചു ഗിബേല്യർ. അതുകൊണ്ട് ഈ ഗിബേല്യരെ പോലെ ആയിരിക്കണം ദൈവസഭയിലെ അംഗങ്ങളും ദൈവസഭയിലെ നടത്തിപ്പുകാരും എന്നുള്ള കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ പുളിപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു ചെറിയ പുളിപ്പ് എന്ത് ചെയ്യുന്നു? വലിയ ദോഷത്തെയാണ് ചെയ്യുന്നത് എന്നാണ് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം ഒരു വ്യക്തി മുഖാന്തരം എന്ത് ചെയ്യുന്നു? പാപത്തിന് സമൂഹത്തെ ശിക്ഷിക്കാതെ വിടാൻ കഴിയില്ല. അത് പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ധാരാളം എക്സാമ്പിളുണ്ട്. അനന്യാസ് സഫീറിൻ്റെ ഒരു എക്സാമ്പിൾ. എന്തുകൊണ്ട് ദൈവം ശിക്ഷിച്ചു? മുൻപോട്ടുള്ള ദൈവജനം എന്ത് ചെയ്യാൻ പാടില്ല? ഇനി പാപം ചെയ്യാൻ പാടില്ല, ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല. വസ്തുവകൾ നിങ്ങളുടേതാണ്. വിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാം. വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയാണ്, വിൽറ്റതിന് ശേഷം നിങ്ങളുടെയാണ്. ദൈവത്തിന് 5 പൈസ കൊടുക്കാത്തൊരു അന്നുമുണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൊടുത്താൽ നന്നായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് പകുതി ദൈവത്തിനും പകുതി ഒളിച്ചു വെച്ച് തങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനും കൂടെ ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്തു? അവർ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെയാണ് ആ പാപം പിടിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിൻ്റെ ശിക്ഷ അനന്യാസും സഫീറയും ഒന്നിച്ച് അനുഭവിക്കാനിടയായി. എന്തുകൊണ്ട് ഒരു വ്യക്തിയെ എന്ത് ചെയ്തു? ചെയ്ത പാപത്തിന് ദൈവം ശിക്ഷ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മറ്റുള്ളവർ കാണുക എന്ത് ചെയ്യണം?
താൻ വലിയവനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീരണം. മാത്രമല്ല ദൈവജനം ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. അതുകൊണ്ട് പൂർണ്ണ ജാഗ്രത ദൈവത്തിൽ വെക്കണം. ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല വി ആർ ദ സ്റ്റുവാർഷിപ്പ്, നമ്മൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരും കൂടെയാണെന്ന് നോക്കണം. അപ്പോൾ ഗ്രഹവിചാരന്മേൽ കാണുന്നത് എന്താണ്? അവരിൽ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയാണ്. ഇതല്ലേ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവേലയുടെ വിശ്വസ്തന്മാർ, അതുപോലെ ദൈവവചനത്തിൻ്റെ വിശ്വസ്തന്മാർ. ഈ 2 സ്റ്റുവാർഷിപ്പാണ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ഞാനും നിങ്ങളും വിശ്വസ്തരായിട്ട് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം യോസേഫിന് എന്ത് ചെയ്തു? ഒരു വലിയ ദൗത്യം കൊടുത്തിരുന്നു. നോക്കുക, അടിമയുടെ അനുഭവത്തിൽ നിന്ന് വന്ന് യാതൊരു അല്ലലും അലച്ചിലും കൂടാതെ ഇഷ്ടംപോലെ തിന്നും കുടിച്ച് വളർന്ന് ദൈവമഹത്വം മനസ്സിലാക്കി വന്ന ആ യോസേഫ് എന്ത് ചെയ്തു? യോസേഫിനിപ്പോൾ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ എത്തേണ്ടതായിട്ട് വന്നു. ഉൽപ്പത്തി 39-ാം അധ്യായമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, പൊത്തിഫർ പറഞ്ഞു, എൻ്റെ ഭാര്യയല്ലാതെ വേറെ ഒന്നും നിനക്ക് എന്ത് ചെയ്യുന്നില്ല, നിനക്ക് ഞാൻ ആ നിലയിൽ ഉപയോഗിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് വിസമ്മതിച്ചിട്ടില്ല. നോക്കുക, അത്രമാത്രം വിശ്വസ്തയോടെയാണ് പൊത്തിഫർ യോസേഫിനെ ഏൽപ്പിച്ചത്. എന്നാൽ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ഭാര്യ, പൊത്തിഫറിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? അവനെ ആ നിലയിൽ പാപത്തിലേക്ക് വീഴിക്കുവാനായിട്ട് അത് ശ്രമിച്ചു എന്നുള്ളത് നാം ഓർക്കണം. അതാണ് നാം അവിടെ കാണുന്നത്. നമ്മൾ വായിക്കുന്നത്, അവന് ആ വസ്ത്രം ഉരിഞ്ഞിട്ടേച്ച് അവൻ ഓടി രക്ഷപ്പെടുവാനിട്ടിടയായി. നീതിമാനായ ദൈവം അവൻ്റെ വിശുദ്ധിയെ കണ്ടു, അവനെ പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ 39-ാം അധ്യായം, ഉൽപ്പത്തി 39-ാം അധ്യായത്തിൽ കൂടെ പറയുന്നതായ ഒരു വേദഭാഗം നമുക്ക് കാണാണ്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാപത്തിൽ നിന്ന് അകന്ന് ഓടുക എന്നുള്ളതാണ്. നാം ഇസ്രായേൽ ജനത്തോടുകൂടെ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകേണ്ടവരാണ്. യോശുവ 6-ാം അധ്യായത്തിൽ വലിയ യുദ്ധപേരി കേൾക്കാം. ജയിച്ച് വരുന്നവരുടെ വലിയ ആഘോഷമാണ്, ആഘോഷത്തിമിർപ്പാണ്. എന്നാൽ 7-ാം അധ്യായത്തിൽ അവർ മുമ്പോട്ട് നീങ്ങുമ്പോൾ ആഖാൻ്റെ പാപം നിമിത്തം അവർ പരാജയപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നാം ചെയ്യുന്ന ചെറുതും വലുതുമായിരുന്ന സകല കാര്യങ്ങളും എങ്ങനെയാണ്? അവൻ്റെ മുമ്പാകെ നഗ്നവും മറന്നുമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഈ വസ്തു അല്ലെങ്കിൽ യെരിഹോവിലെ വസ്തുക്കൾ മുഴുവനും ശാപഗ്രസ്തമായ വസ്തുക്കളാണ്. അതുകൊണ്ട് ശബ്ദാർപ്പിതമാണ്. ആ ശബ്ദാർപ്പിത വസ്തുക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് ഇസ്രായേൽ എടുക്കാൻ പാടില്ല. ദൈവം അതിനൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാണ്ട് കഴിയും. അതിങ്ങനെയാണ്: യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തന്നെ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. നോക്കുക, 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ഒരു വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം തൻ്റെ മക്കളോട് കൂടെ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് അറിവില്ലായ്മ ദൈവം ക്ഷമിക്കും. എന്നാൽ അനുസരണക്കേടും അവഗണനയും കാണിച്ചാൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായി തീരുവാനിടയായിത്തീരും. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം, ഈ വ്യക്തി ഒരു സാധാരണ വ്യക്തിയല്ല എന്നുള്ളത് ഓർത്തോളണം. വളരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഭാഗം നമ്മൾ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കുക, ഇവിടെ ആഖാൻ്റെ മനഃപൂർവമായ അനുസരണക്കേടാണ് ഇവിടെ നമുക്ക് കാണാണ്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്യാണ്? അവർ തങ്ങളുടേതായ
കഴിവിലും കാര്യങ്ങളിലും പാപത്തിലേക്കും വീഴുന്നതിന് സ്വയാശ്രയമായിട്ട് തീരുവാനിടയായി. മറ്റുള്ളവരോട് ചേർന്ന് യുദ്ധം ചെയ്ത് മുൻപോട്ട് പോകേണ്ട ആഖാൻ സ്വയാശ്രിതനായി തീർന്ന് സ്വന്തം പാപത്തിൽ വീഴുവാനും ആ പാപം കാരണം മരിക്കുവാനായിട്ടിടയായി തീരേണ്ടതായിരുന്നു. ഇത് പലപ്പോഴും നാം അറിയാതെ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ വ്യക്തിപ്രഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുവൻ ആരാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഒരു ചെറിയ വ്യക്തിയല്ല ഈ ആഖാൻ എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വലിയപ്പന്മാർ തൊട്ടുള്ളതായ കാര്യങ്ങളെ പേര് പറഞ്ഞാണ് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ളതായ അത് ഒരു ചെറിയ വ്യക്തിയല്ല, ഒരു വലിയ വ്യക്തി ആണ് ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സേറഹ്, അതായത് യാക്കോബിൻ്റെ മകനായ യഹൂദയാൽ സ്വന്തം മരുമകളായ താമാരിൽ അഭിഹിതമായി ജനിച്ചവനാണ്. ഉൽപ്പത്തി 38:15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാവുമ്പോൾ ആഖാൻ ഈ അകൃത്യം ചെയ്തതിൽ അതിശയിക്കുവാനുണ്ടോ? പിതാക്കന്മാരുടെ പാപം മക്കളെ സ്വാധീനിക്കുമെന്നതിന് കൂടുതൽ തെളിവ് വേണോ? ഇവിടെ നോക്കുക, അവൻ്റെ വല്യപ്പൻ്റെ പേര് വരെ പറഞ്ഞിരിക്കുകയാണ്. ആഖാൻ്റെ കുലം മുഴുവനും പേര് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവരാരാണ്? അവർ ചെറിയ പുള്ളികളല്ല. അവൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ പേര് വരെ തിരുവെഴുത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ദൈവത്തിന് ആരെയും ഒളിച്ചു വെപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് ദൈവത്തിന് അനിഷ്ടമാണെന്നും ആ ദൈവം നമ്മളുടെ പിതാക്കന്മാരെ അങ്ങനെ നമ്മുടെ കുലങ്ങളെ മുഴുവൻ കൃത്യമായിട്ട് അറിയാവുന്നവനും ആ പേര് മറ്റുള്ള മുമ്പാകെ വെളിപ്പെടുത്തി നീ ഇങ്ങനെ ജനിച്ചവനാണെന്ന് വരെ പറഞ്ഞ് അത് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ്. നാം ഒളിച്ചു വെക്കുന്ന കാര്യങ്ങൾ, നാം മറ്റുള്ള മുമ്പാകെ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം അത് പുറത്തു കൊണ്ടുവരുന്നവനാണ്. കാരണം ദൈവത്തിന് മുമ്പാകെ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു വായിക്കുന്നു. അപ്പോൾ ആഖാൻ ഈ ചെയ്ത അകൃത്യം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അത് എവിടെയാണെന്നറിയാമോ? അത് പുറത്തെങ്ങുമല്ല, യെരിഹോവിനകത്ത് ഈ ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്ന ഈ പ്ലോട്ടിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ 1 ശമൂവേൽ 14 അധ്യായം ഫിലിസ്ത്യരെ ജയിച്ച് മടങ്ങി വരുന്ന യോനാഥാൻ വായിക്കുന്നത് അവൻ്റെ വാർഫീൽഡിൽ യുദ്ധക്കളത്തിൽ തന്നെ തേനിറ്റ് വീണോണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ അപ്പനായ ശൗല് ജനത്തെ കൊണ്ടൊരു ശബ്ദം ചെയ്യിച്ചിരിക്കുന്നു, ഇന്ന് ആരും ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവന് മരണശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് യോനാഥാൻ ഉണ്ടായിരുന്നില്ല. യോനാഥാൻ അത് കേട്ടിരുന്നില്ല. യോനാഥാൻ ഫിലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച് വരുമ്പോൾ അവൻ വല്ലാതെ വിശന്നു. അവൻ വിശന്നപ്പോൾ ഓൺ ദ വേയിൽ ആ യുദ്ധം ജയിച്ച് വരുന്ന ആ വാർഫീൽഡിൽ, ആ യുദ്ധക്കളത്തിനടുത്ത് തേനിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. തേനിറ്റിട്ട് വീഴുന്ന ഈ കാഴ്ച അവൻ വളരെ വളരെ രസകരമാക്കി തീർത്തു. അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്നതായ ഒരു കോല് കൊണ്ട് അവനെ കുത്തി അത് ആസ്വദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, ഈ ആഖാനുവ് തന്നെയാണ് യെരിഹോവിനകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡിലാണ് ഈ കൊള്ളയടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ധാരാളം കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഫീൽഡിൻ്റെ അകത്താണല്ലോ. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഡെസിഗ്നേഷനൊക്കെ വെച്ചാണ് പലപ്പോഴും അടിച്ചു മാറ്റുന്നത്, കൊള്ളയടിച്ചു മാറ്റുന്നത്. നോക്കുക, നാം നമ്മുടെ യുദ്ധക്കളത്തിലാണ്, നാം നമ്മുടെ വാർഫീൽഡിലാണ്. നാം വാർഫീൽഡിൽ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഇതെല്ലാം രേഖപ്പെടുത്തും. നോക്കുക, ആഖാൻ്റെ അപ്പനപ്പൂപ്പന്മാർ തൊട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചെറിയതായിരുന്നാലും വലിയതായിരുന്നാലും, ചെറിയ തെറ്റായിരുന്നാലും വലിയ തെറ്റായിരുന്നാലും അത് രേഖപ്പെടുത്താതെ ഇരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യജമാൻ്റെ വേലയിലായിരിക്കുന്ന ഞാനും നമ്മളും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്ന് ധാരാളം തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന
വേലക്കാർക്ക് ഇതൊരു ശക്തമായ മുന്നറിയിപ്പും കൂടെയാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളവരാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവർ എന്തു ചെയ്യാണ്? വലിയ പോരാട്ടം കഴിച്ച് അവർ യെരിഹോവിനെ ജയിച്ച് വലിയ വിജയത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ അവിടെ വളരെ അടവ് നയം പ്രയോഗിച്ച് ആഖാൻ ആ യുദ്ധത്തിന് പോകാതെ ജയിച്ചു കിട്ടിയ സാധനങ്ങളെ കവർന്നെടുത്ത് തൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് എന്ത് ചെയ്യാണ്? കുഴിച്ചിടുന്നതായ സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് തെറ്റ് പറ്റാം, എന്നാൽ ദൈവത്തിന് എന്ത് ചെയ്യാം? അത് ക്ഷമിക്കാനും സാധിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ അവൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള ബോധ്യം അവനുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ ശിക്ഷ വേണ്ട എന്ന് വയ്ക്കാനായിട്ട് കഴിയും, മാനസാന്തരപ്പെട്ടു എന്നാണ്. ഇത് തന്നെയാണല്ലോ നിനവയിലെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോനായോടും ഇത് തന്നെയാണ് പറഞ്ഞത്. നീ ഞങ്ങളെ വലച്ചതെന്ത്? നോക്കുക, ഒരു വലിയൊരു കൂട്ടം ആളുകൾ യാത്ര ചെയ്തു പോവുകയാണ്. ആ യാത്ര ചെയ്തു പോകുന്നതായ ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ കൂടെ എന്ത് ചെയ്യുന്നു? ചെന്ന് കയറി. ആ പ്രവാചക മുഖാന്തരം അവിടെ നമുക്ക് കാണാനിരിക്കുന്നത് വലിയ കാറ്റും കോളും ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാറ്റും കോളും എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ വളരെയധികം തകർത്ത് കളയാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ശാന്തമായി നീങ്ങുന്ന കപ്പൽ എന്ത് ചെയ്യാണ്? വളരെ ശാന്ത പ്രകൃതിയിലൂടെ നീങ്ങുന്ന കപ്പൽ യോന വന്ന് കയറിയതോടെ ആ കപ്പലിൻ്റെ ആ യാത്രയുടെ സ്വസ്ഥത നശിച്ചു എന്നുള്ളതാണ്. വന്ന് കയറിയതാകട്ടെ ആരാണ്? യഹോവയുടെ പ്രവാചകനാണ്. അവൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ് സാധാരണയായിട്ട് സംഭവങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പ്രവാചകൻ വന്ന് കയറിയതോടെ കാര്യങ്ങൾ തിരിമറിയായി. എന്തായി? അവൻ കയറിയതോടെ അവർ സ്വസ്ഥത നശിച്ചു എന്നുള്ളതാണ്. ആഖാൻ മറ്റുള്ള പ്രിയപ്പെട്ടോട് ചേർന്ന് യുദ്ധം ചെയ്ത് വിജയിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. അവന് എന്ത് ചെയ്തു? അവന് ആ കൊള്ളയിലെ സാധനങ്ങളൊക്കെ എടുത്ത് അവനെന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടു. ആ കാര്യം ദൈവത്തിന് വലിയ ദോഷം ചെയ്യായിരുന്നു. ദൈവജനത്തിന് വലിയ ദോഷം ചെയ്യായിരുന്നു. അതുകൊണ്ട് അവരുടെ മുൻപോട്ടുള്ളതായ അവരുടെ യാത്രയും യുദ്ധങ്ങളും എല്ലാം ദൈവം അല്പസമയത്തിന് എന്ത് ചെയ്തു? ഒരു ശാന്തത വരുത്തിയിരിക്കുകയാണ്. അതിനി ചെയ്യേണ്ട. അവർ അല്പസമയത്തിന് എന്ത് ചെയ്തു? അല്പസമയത്തിന് മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം പരാജയം. അതുകൊണ്ട് മുൻപോട്ട് പോയ പരാജയം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് വന്നാൽ അവർക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. നോക്കുക, പ്രവാചകൻ യോന കയറുന്ന മുമ്പ് ആ കപ്പൽ വളരെ ശാന്തതയോടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യോന കയറിയതോടെ കപ്പലിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. നോക്കുക, കപ്പൽ തകർന്നു പോകത്തക്ക വലിയൊരു കോൾ ഉണ്ടാകുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, 1 രാജ 17-ാം അധ്യായത്തിൽ സാരഫത്തയിലെ വിധവയുടെ ആ വീട്ടിൽ എലിശാ പ്രവാചകൻ ചെന്നു. ഏലിയാവ് ചെന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവളുടെ ജീവിതം, അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. നോക്കുക, ഒരു പിടി മാവ്, ഒരല്പം എണ്ണ എന്ത് ചെയ്തു? അത് കഴിച്ച്, അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി കഴിച്ച് മരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഏലിയാവ് കാല് കുത്തിയപ്പോൾ എന്ത് ചെയ്തു? ആ കുടിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. നിൻ്റെ വീടായിരുന്നാലും നിൻ്റെ കുടിലായിരുന്നാലും നിൻ്റെ ചെറിയ ജീവിതമായിരുന്നാലും വലിയ ജീവിതമായിരുന്നാലും നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. സഹോദര സഹോദരി കുഞ്ഞെ, അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രവാചകൻ ഏലിയാവ് ഈ സാരഫത്തിലെ വീട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടായി. എന്നാൽ യോന പ്രവാചകൻ കപ്പലിലേക്ക് കുത്തിയപ്പോൾ അവിടെ ശാന്തത എല്ലാം എന്ത് ചെയ്തു? ഇല്ലാതായി. ഒരു ഭയങ്കര കൊടുങ്കാറ്റിലേക്കാകാൻ ഇടയായി തീർന്നു. അങ്ങനെ ഓരോരോ പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചാൽ അവർ ചെയ്ത ശുശ്രൂഷകൾ മുഖാന്തരം അനുഗ്രഹമാണ് ഉണ്ടായത്. 2 രാജ 2-ാം അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വെള്ളം ചീത്ത, ദേശം ഗർഭനാശകം. എന്നാൽ എലീശയുടെ വരവോടെ എന്ത് ചെയ്തു?
ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് 2-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ പ്രവാചകനായ യോന കപ്പലിൽ കയറിയതോടെ സ്ഥിതി വളരെ മോശമായി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കയറുന്ന മുഖാന്തരം, ഞാൻ പ്രവേശിക്കും മുഖാന്തരം, സഭയിലാകട്ടെ വീട്ടിലാകട്ടെ ആ സഭ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ മുഖാന്തരം സഭ തകരാനിടയാകരുത്, സഭയുടെ സ്വസ്ഥത നഷ്ടപ്പെടാനിടയാകരുത്, ശാന്തത നഷ്ടപ്പെടാനിടയാകരുത്. യോന വന്നു കയറിയപ്പോൾ സമുദ്രത്തിലും ശാന്തത നഷ്ടപ്പെട്ടു. കപ്പലിൻ്റെ താളം തെറ്റി, കപ്പലുള്ളവരുടെ മനസമാധാനം നഷ്ടപ്പെട്ടു, കപ്പൽ തകർന്നു പോകുന്ന അവസ്ഥയായി. പ്രിയരെ, നാം കയറി ചെല്ലുന്നിടത്ത് നാം ഒരു അനുഗ്രഹമായിരിക്കണം. അത് ശുശ്രൂഷകനായിരുന്നാലും, അതുപോലെ തന്നെ സുവിശേഷകനായിരുന്നാലും, സഭയുടെ എൽഡറായിരുന്നാലും, ആരായിരുന്നാലും, വിശ്വാസികളായിരുന്നാലും, നാം കയറി ചെല്ലുന്നിടം അവർക്ക് അനുഗ്രഹമായി തീരണം. ആർക്കൊരു ശല്യമോ തലവേദനയോ ആകരുത്. നാം കാരണം ഒരിടത്തൊരു പെരുങ്കാറ്റുണ്ടാകാൻ ഇടയാകരുത്. അനുസരണയില്ലാത്ത മക്കൾ നിമിത്തം ചില കുടുംബത്തിൽ കൊടുങ്കാറ്റ്, ചിലരുടെ ഈ ഈഗോ നിമിത്തമായിരിക്കാം. ഒരു ജോലി സ്ഥലങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റ് അല്ലേ, അത് ചില ഈഗോയാണ്. ഞാൻ മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാവൂ, ഞാൻ മാത്രമേ ആ കാര്യങ്ങൾ നടത്താവൂ. അത് ഓഫീസിൽ മാത്രമല്ല, സഭകളിൽ നിന്ന് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടുമാറുന്നതിനോ നാമം മഹത്വപ്പെടുന്നതിനോ മറ്റൊരാളെ കൂടെ കയറ്റാനായിട്ടോ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ച് കളയുമെന്ന് ഓർത്തുകൊള്ളണം. അതാണ് സഭാപ്രസംഗി 9:18 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നാം ഒരു അനുഗ്രഹമാണോ, അതോ നാം മറ്റുള്ളവർക്കൊരു തലവേദനയാണോ, ഒരു കൊടുങ്കാറ്റാണോ? സഭാപ്രസംഗി 10:1 ഒരു ചത്ത ഈച്ച ആ തൈലക്കാരൻ്റെ തൈലം മുഴുവനും നാറുമാറാക്കുന്നു. നോക്കുക, ഇവിടെ അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കൊടുങ്കാറ്റായിരുന്നില്ല, അത് ഈ യോന കയറി മുഖാന്തരം ഉണ്ടായ കൊടുങ്കാറ്റാണ്. അതുകൊണ്ട് ഇവിടെ നോക്കുക, ഇവിടെ ഈ ആഖാൻ ഇവിടെ ഈ നിലയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു മുഖാന്തരം അവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാകാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, അവനോർത്ത് ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ശാന്തത ഉണ്ടാകും, കുറേ അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ ആഖാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവനാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ബിലെയാം എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നല്ല, അവൻ്റെ തൊഴിലാണ് പ്രശ്നം നോക്കുക. ഇവിടെ എന്ത് ചെയ്യാണ്? പ്രശ്നം ഉണ്ടാക്കുന്നവനാ, വഴക്കുണ്ടാക്കുന്നവനാ ആഖാൻ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ പേരൊക്കെ അങ്ങനെ ആയിരിക്കാം, അതിന് വിരുദ്ധമായിട്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എത്രയോ അത് നല്ല ആളുകൾ നന്നായിട്ട് ജീവിക്കുന്നു, അവർ പേര് ചിലപ്പോൾ അത്ര നന്നായിരിക്കുകയില്ല, സുഗുണനായിരിക്കാം, പക്ഷെ എത്ര ഗുണമുള്ളവനായിട്ടായിരിക്കും ജീവിക്കുന്നത്. ചിലർ സുഗുണന്മാരായിരിക്കും, പക്ഷെ ദുർഗുണന്മാരായിരിക്കും. നമ്മുടെ പേര് എന്താണെന്ന് നമ്മൾ ഓർക്കണം. എനിക്ക് നിങ്ങൾക്കൊരു ദൈവം പേര് തന്നിട്ടുണ്ട്, ദൈവമകൻ, ദൈവമകൾ. അത് നാം നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരുവൻ ചെയ്യുന്ന പാപം ഇസ്രായേൽ പാളയത്തെ മുഴുവനും ശാപത്തിൻ കീഴാക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് ദൈവം അത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗവും നമ്മൾ ഇതിനോട് ചേർന്ന് വായിക്കാൻ നന്നായിരിക്കും. അതിൻ്റെ 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരാതിരിക്കുവാൻ സൂക്ഷിച്ചോളുവിൻ. നോക്കുക, 6:18 വളരെ വ്യക്തമായിട്ട് ഇത് മുൻപും അതേ പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് പൂർണ്ണമായി അവഗണിച്ചതാണ് ഈ ദുഷ്ടനായ ആഖാൻ്റെ പാപം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ നാം തെറ്റിപ്പോകാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശൗല് ദൈവത്തിൻ്റെ ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ അവൻ തെറ്റിപ്പോയി. അതൊരു വലിയ നാശത്തിലേക്ക് മാറുന്നതിനും അവൻ്റെ രാജ്യത്വം പറിച്ച് നീക്കുന്നതിനൊക്കെ ഇടയായി തോന്നും. ഞാനും നിങ്ങളും അതെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് മാറാതെ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വലിയ കുടുംബക്കാരനായിരിക്കാം, പക്ഷേ നിങ്ങൾ മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോ, നിങ്ങൾ നിമിത്തം കുടുംബം കലങ്ങുന്നതിനോ, നിങ്ങൾ നിമിത്തം
ആ സഭ കലങ്ങുന്നതിനോ പിളരുന്നതിനോ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ സഭയിൽ കൊടുങ്കാറ്റുണ്ടാകുന്നതിനോ ഒന്നും ഇടയാകരുത്. ശാന്തതയോടെ മുൻപോട്ട് പോകാനായിട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇടയായിത്തീരണം. അതിന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാക്കാൻ അതേ മുഖാന്തരം അവൻ ആ ഇസ്രായേലിനെ മുഴുവൻ വരച്ചു, അവൻ്റെ കുടുംബത്തെയും വരച്ചു. ഒരു ദിവസങ്ങളിൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതെ, ആഖാൻ ഒരു വലിയ കുടുംബക്കാരനാണ്. അവൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ പേര് തൊട്ട് പറഞ്ഞാണ് അവനെക്കുറിച്ച് പറഞ്ഞ സേരകിൻ്റെ എന്ന് പറയുന്നത്. അവൻ്റെ ഉത്ഭവം തന്നെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങളും നന്നായിട്ട് വീണ്ടും ജനിച്ചവരാണെങ്കിൽ ദൈവസഭയിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും. ദൈവത്തിന് പ്രയോജനകരമായ നിലയിൽ ജീവിക്കാൻ സാധിക്കും. അതല്ല എന്ന് വന്നാൽ ഈ വിധമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം എന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.